റിയൽമിയുടെ പുതിയ ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിലെത്തി. GT7, GT7TS സീരീസുകളാണ് പുറത്തിറങ്ങിയത്. മൈജി ചെയർമാൻ AK ഷാജിയാണ് ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് നിർവഹിച്ചത്. ലോകവിപണിയിൽ പാരീസിൽ ഫോൺ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് തന്നെയായിരുന്നു AK ഷാജി കോഴിക്കോടും ലോഞ്ച് നിർവഹിച്ചത്. It is the grand launching ceremony of Realme GT series. Here we are presenting the GT7 and the GT7 in front of you. ലോകത്തിലാദ്യമായി ഐസെൻസ് ഗ്രാഫിൻ ഡിസൈനിൽ പുറത്തിറങ്ങുന്നു എന്നതാണ് GT7, GT7T എന്നിവയുടെ പ്രത്യേകത. ഈ സവിശേഷതയിലൂടെ ഫോണുകൾ ചൂടാകുന്നത് 6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും. സൗത്ത് ഇന്ത്യയിൽ റിയൽമി ഫോണുകളുടെ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്ന മൈജിയുടെ ചെയർമാൻ AK ഷാജിയാണ് ഇന്ത്യയിലെ GT7, GT7T സീരീസുകളുടെ ലോഞ്ച് നിർവഹിച്ചത്. മൈജിയുടെ വളർച്ചയിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും 10 ലക്ഷം കസ്റ്റമേഴ്സും 4000 കോടി വിറ്റുവരവുമായി മൈജി മുന്നേറുകയാണെന്നും AK ഷാജി പറഞ്ഞു. ഏകദേശം 4000 കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു സപ്പോർട്ടാണ് എനിക്ക് മീഡിയ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. കാരണം 2006 തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്കറ്റിംഗ് ചെയ്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ പരസ്യങ്ങൾ ചെയ്തിട്ടാണ് മൈജി എന്ന ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 1 മില്യൺ കസ്റ്റമറായി എന്നുള്ള വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. ഗെയിമിംഗ് ഫോക്കസ് ചെയ്തിട്ടുള്ള നിരവധി ഫീച്ചറുകൾ GT7, GT7T ഫോണുകളിലുണ്ട്. മങ്ങിയ ചിത്രങ്ങൾ ക്ലിയറാക്കുന്ന AI മോഷൻ ഡീബ്ലർ, 120 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ്, 7000 mAh ബാറ്ററി, 1 TB വരെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്നിവയും ഫോണുകളുടെ സവിശേഷതയാണ്. സീരീസുകളെ അടുത്തറിയാനായി ഫോണുകളുടെ ഡെമോ മൈജി ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ റിയൽമി സെയിൽസ് സ്റ്റേറ്റ് ഹെഡ് ഷാജി ജോൺ സന്നിഹിതനായിരുന്നു. ജനം, കോഴിക്കോട്.